വെൽക്കം ടു സർവീസ് നിയർ. സർവീസ് നിയറിൽ ക്രിയേറ്റ് ചെയ്തൊരു ജോബിന്റെ പാർട്സും അതുപോലെ തന്നെ സർവീസ് കോസ്റ്റും ആഡ് ആക്കിയിട്ടുള്ള പേയ്മെന്റ് ഫ്ലോ ആണ് ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ജോബ് സെലക്ട് ചെയ്യുക. ശേഷം അതിന്റെ കോസ്റ്റ് ആൻഡ് പേയ്മെന്റ് സെക്ഷനിലോട്ട് പോവുക. കോസ്റ്റ് ആൻഡ് പേയ്മെന്റ് സെക്ഷനിൽ നമുക്ക് 3 ടാബ് അവൈലബിൾ ആണ്: പാർട്സ്, സർവീസ്, അതുപോലെ തന്നെ പേയ്മെന്റ്. പാർട്സിന്റെ സെക്ഷനിൽ നമുക്ക് ഒരു സെർച്ച് ബാർ അവൈലബിൾ ആണ്. നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആഡ് ഐക്കൺ കാണാം. നമുക്ക് സ്പോട്ടിൽ പ്രോഡക്റ്റ് ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ താഴെ അത് കൊടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് പ്രോഡക്ട്സിന്. ആൻഡ് നെക്സ്റ്റ് F10 അടിക്കുക. നെക്സ്റ്റ് ടാബിലോട്ട് പോകാനായിട്ട് നെക്സ്റ്റ് ടാബ് സർവീസിന്റെ ആണ്. ഇവിടെ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് ഒരു സർവീസ് ചാർജ് കാണാം. നമുക്കിത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതല്ല വേറെ സർവീസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള സർവീസ് ആണെങ്കിൽ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല സ്പോട്ടിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ഐക്കൺ യൂസ് ചെയ്തിട്ട് നമുക്ക് സർവീസ് ഒരെണ്ണം ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു സർവീസ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് പോവാം. ആൻഡ് ഫൈനൽ പേയ്മെന്റിന്റെ സെക്ഷൻ ആണ്. ഇതിൽ നമുക്ക് പാർട്സിന്റെ കോസ്റ്റ് 350 കാണാം. പാർട്സ് ഡിസ്കൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല, സോ 0 ആണ്. ആൻഡ് സർവീസ് കോസ്റ്റ് 200 കാണാം. ആൻഡ് സർവീസിന് ഡിസ്കൗണ്ട് ഒന്നുമില്ല, സോ 0 ആണ്. ആൻഡ് അഡീഷണൽ കോസ്റ്റ് എന്തെങ്കിലും ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഒരു 50 കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ടോട്ടൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 50 ആണ്. ആൻഡ് ടോട്ടൽ കോസ്റ്റ് വന്നത് 500 കാണിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സർവീസ് കോസ്റ്റ് 2 പ്രാവശ്യം ആഡ് ആക്കിയിട്ടുണ്ട്. സോ 200 ആണ്. ആൻഡ് പാർട്സിന്റെ കോസ്റ്റ് 350. സോ 550 ഡിസ്കൗണ്ട് കൊടുത്തു. സോ 500 ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻസ് എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി അതല്ല ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഫൈനൽ എമൗണ്ട് തന്നത് 500 കാണിച്ചിട്ടുണ്ട്. നമുക്ക് 2 തരത്തില് പേയ്മെന്റ് നടത്താം. ഒന്ന്, ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് നേരെ പേ ആൻഡ് കൺഫേം ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഞാൻ ഫസ്റ്റ് ഇവിടെ സേവ് ചെയ്യുന്നുണ്ട്. താഴെ നമുക്ക് ക്യാൻസൽ ചെയ്യുന്ന 2 ബട്ടൺ കാണാം. സേവ് ക്ലിക്ക് ചെയ്യാം. സോ നമ്മൾ ആഡ് ചെയ്ത പാർട്സ് അതുപോലെ സർവീസ് കോസ്റ്റും ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇവിടെ ഒന്ന് അഗൈൻ ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും സേവ്ഡ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് വേണമെങ്കിൽ പാർട്സ് ഒന്നും കൂടെ ആഡ് ചെയ്യാം. ഇവിടെ സ്ക്രീൻ ഗാർഡ് ഒരെണ്ണം ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ പാർട്സിന്റെ കോസ്റ്റ് ചേഞ്ച് ആയി 650 വന്നു. ആൻഡ് സർവീസ് കോസ്റ്റ് 200 തന്നെയാണ്. അഡീഷണൽ ഡിസ്കൗണ്ട് കൊടുത്ത് 50 ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഡിസ്കൗണ്ട് 50, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 800 ആയിട്ടുണ്ട്. സോ ഫൈനൽ എമൗണ്ട് വരുന്നത് 800 ആണ്. നമുക്ക് പേ ആൻഡ് കൺഫേം ചെയ്യാം. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പോപ്പ് വരും. നമുക്ക് ഇവിടെ മെത്തേഡ് ചൂസ് ചെയ്യാം. ക്യാഷ് ചൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് കൺഫേം പേയ്മെന്റ് കൊടുക്കുക. സോ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തൊരു ജോബിന്റെ പാർട്സും അതുപോലെ തന്നെ സർവീസ് കോസ്റ്റും ആഡ് ആക്കിക്കൊണ്ട് പേയ്മെന്റ് നടത്തുന്നത്. താങ്ക് യു.